അമ്പലത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രാചീനമായ ഗുഹ കണ്ടെത്തി. ഇത് മുൻനിർത്തി സ്കൂൾ PTA നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പൊതുജനങ്ങൾക്കും അവസരം നൽകിക്കൊണ്ട് ഗുഹാ പ്രദർശന പരിപാടിയും സംഘടിപ്പിച്ചു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ സാമൂഹ്യശാസ്ത്ര പാഠശാലയിൽ ഗുഹയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇത് മുൻനിർത്തിയാണ് വിദ്യാലയ വളപ്പിൽ കാട് മൂടിക്കിടന്നിരുന്ന ഗുഹ സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ വൃത്തിയാക്കുകയും PTA നേതൃത്വത്തിൽ പ്രദർശനത്തിനും സന്ദർശനത്തിനുമുള്ള സാഹചര്യമൊരുക്കുകയും ചെയ്തത്. മുൻകാലങ്ങളിൽ പ്രാദേശികമായി ഇത്തരം ഗുഹകളെ മളി എന്നാണ് പൊതുവിൽ വിളിച്ചിരുന്നത്. ഈയൊരു പശ്ചാത്തലമെല്ലാം കണക്കിലെടുത്ത് വിദ്യാർത്ഥികൾക്കൊപ്പം പൊതുജനങ്ങൾക്കും അവസരം നൽകിക്കൊണ്ട് കൽപ്രകാശം എന്ന പേരിൽ സംഘടിപ്പിച്ച ഗുഹാ പ്രദർശനം കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനായ നന്ദകുമാർ കോറോത്ത് ഉദ്ഘാടനം ചെയ്തു. കൽപ്രകാശം അത്ര മനോഹരമായൊരു അർത്ഥവത്തായ പേരാണ്. കാലത്തിന് ശബ്ദതയിൽ മറഞ്ഞു കിടന്നൊരു ഗുഹയിൽ പ്രകാശം ചൊരിയുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. ഇവിടുത്തെ കുട്ടികളുടെ സ്നേഹവും പരിശ്രമവും കൊണ്ടായിരിക്കാം മനോഹരമായൊരു രീതിയിൽ ഇവിടെ ഗുഹാ കവാടം ഒരുക്കിയിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇവിടെ എല്ലാ ഭാഗങ്ങളിലും പല അറിവുകളും കൊത്തിവെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പ്രധാന മനുഷ്യന്മാരെ കൊത്തിവെക്കുകയാണ് ചെയ്യുക, ഇപ്പോഴത്തെ ആൾക്കാർ എഴുതി വെക്കുകയാണ് ചെയ്യുക. ഓരോ എഴുത്തുകളിലും കാണുന്നത് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു കടപ്പാടാണ്, വർത്തമാനകാലത്തോടുള്ള ഒരു ഉത്തരവാദിത്വം. വരുന്നവർ അറിഞ്ഞിരിക്കണം നമുക്ക് ഇങ്ങനെ ഒരു പൈതൃകം ഉണ്ടായിരുന്നു എന്ന്. ഗുഹകളാകുമ്പോൾ നമുക്കറിയാം പലപ്പോഴും അത് ഉപയോഗിക്കുക ഉപയോഗത്തിന് മുമ്പുള്ള ആൾക്കാരാണ്. വീട് കെട്ടാനും മറ്റും അറിയാത്ത ആൾക്കാർ താമസിക്കുവാൻ വേണ്ടി ഗുഹകളാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ജില്ലയിൽ ധാരാളം ഗുഹകളുണ്ട്. പലതും ആൾക്കാർ മുകളിൽ വീട് കെട്ടുമ്പോഴാണ് അറിയുക താഴെ ഗുഹയുണ്ട് എന്നുള്ളത്. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് P. ജയകുമാർ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ PV രാജേഷ് സ്വാഗതം പറഞ്ഞു. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര വിഭാഗം അധ്യാപകൻ PV രാഹുൽ പദ്ധതി വിശദീകരിച്ചു. അബൂബക്കർ മാസ്റ്റർ, സ്കൂൾ പരിസരവാസി ചോയ്യമ്പു, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാരായണൻ മാടിക്കാൽ, അമ്പലത്ര ജനമൈത്രി പോലീസ് ഓഫീസർ TV പ്രമോദ് എന്നിവർ സംസാരിച്ചു. ചരിത്രാവശേഷിപ്പുകളുടെ നേർക്കാഴ്ച കുട്ടികൾക്കായി ഒരുക്കിക്കൊടുക്കാൻ കഴിഞ്ഞതിലും അതോടൊപ്പം തന്നെ ചരിത്ര പൈതൃകം സംരക്ഷിക്കേണ്ടുന്നതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞതിലുമുള്ള അഭിമാനത്തിലാണ് ഇപ്പോൾ തങ്ങളെന്ന് പ്രധാനാധ്യാപകൻ PV രാജേഷ് പറഞ്ഞു. മാത്രമല്ല കൂടുതൽ പ്രവർത്തനങ്ങളിലൂടെ ഗുഹാപരിസരത്തെ ഒരു ജൈവ പാർക്കായി മാറ്റിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ കണ്ടും കേട്ടും നിസ്സാരമട്ടിൽ അവഗണിച്ച ഗുഹയുടെ പ്രാധാന്യം അറിഞ്ഞതോടെ പ്രായലിംഗ ഭേദമന്യേയുള്ള നിരവധി പേരാണ് അപൂർവമായ ഈ ഗുഹ കാണാനെത്തിയതും എത്തിക്കൊണ്ടിരിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.